ജീവിതം ഒരു നീണ്ട യാത്രയാണ്. ചിലർ ലക്ഷ്യങ്ങളിലേക്ക് പായുമ്പോൾ മറ്റു ചിലർ ഭൂതകാലങ്ങളിലേക്ക് ഒളിച്ചോടും. ഹോക്കൈഡോയുടെ മഞ്ഞുപുതച്ച വീതികളിലൂടെ അലക്ഷ്യമായി കാറോടിച്ചു പോകുന്ന കിന്നിക്കിനും അക്കമിക്കും അതൊരു വെറും യാത്രയായിരുന്നു. പക്ഷേ വഴിമധ്യേ അവരോടൊപ്പം കാറിൽ കയറിയ യുസാക്കു എന്ന നിശബ്ദനായ മനുഷ്യന് സ്വന്തം ജീവിതത്തിലേക്കുള്ള ഒരു മടക്കയാത്രയായിരുന്നു അത്. ആ മൗനത്തിന് ഒരു കടലിന്റെ ആഴവും 6 വർഷത്തെ ഏകാന്തതയുടെ തണുപ്പുമുണ്ടായിരുന്നു. മിണ്ടാതിരിക്കുന്ന യുസാക്കുവിനോട് കിന്നിക്കും അക്കമിക്കും മൗനത്തിന്റെ കാരണം അന്വേഷിച്ചു. കാറിനുള്ളിലെ നിഗൂഢതയെ കീറിമുറിച്ചുകൊണ്ട് യുസാക്കു സംസാരിച്ചു തുടങ്ങി. അതൊരു പ്രണയകഥയായിരുന്നു. ഒപ്പം ഒരു നിമിഷത്തെ ക്രോധം തീർത്തു കളഞ്ഞ ജീവിതത്തിന്റെ നീറ്റലും. വർഷങ്ങൾക്ക് മുമ്പ് കൽക്കരി ഖനികളിലെ കഠിനമായ ജോലിക്ക് ശേഷം മിസ് യു എന്ന തന്റെ പ്രിയതമയുടെ സ്നേഹത്തണലിലേക്ക് മടങ്ങിയെത്തിയ ഒരു സാധാരണക്കാരനായിരുന്നു അയാൾ. വിധി അയാൾക്കായി കാത്തുവെച്ചത് ഇരുമ്പഴികളായിരുന്നു. 6 വർഷത്തെ കഠിന തടവിന് ശേഷം പുറത്തെത്തിയാൽ തന്നെ സ്വീകരിക്കാൻ ആരുമുണ്ടാകില്ലെന്ന് അയാൾ ഭയപ്പെട്ടു. എന്നാൽ അവസാന പ്രതീക്ഷയെന്നോണം അയാൾ അവൾക്കൊരു കത്തെഴുതി. മിസ് യു, ഇന്നും നീ എനിക്കായി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിന് മുന്നിലെ ആ മരക്കൊമ്പിൽ ഒരു മഞ്ഞത്തൂവാല കെട്ടിയിടുക. ദൂരെ നിന്ന് ആ അടയാളം കണ്ടാൽ മാത്രം ഞാൻ നിന്റെ അരികിലേക്ക് വരാം. ഇല്ലെങ്കിൽ എൻ്റെ ഒരു നിഴൽ പോലും നിന്റെ ജീവിതത്തിൽ വീഴ്ത്താതെ ഒരടയാളവും അവശേഷിപ്പിക്കാതെ എന്നേക്കുമായി ഞാൻ മടങ്ങിപ്പോയിക്കൊള്ളാം. യുസാക്കുവിന്റെ കഥ കേട്ട് കിന്നിക്കും അക്കമിക്കും നിശബ്ദരായി. അവരുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു. യാത്ര ലക്ഷ്യത്തോടടുക്കുന്തോറും യുസാക്കിന്റെ ഉള്ളിൽ ഭയം പടർന്നു. തന്റെ പ്രണയം നഷ്ടപ്പെട്ടിരിക്കുന്നു. കാറ് ലക്ഷ്യത്തോടടുക്കുന്തോറും അയാളുടെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു വന്നു. വീട്ടിലേക്ക് നോക്കാൻ പോലും ഭയന്ന് അയാൾ തിരികെ പോകാൻ ശ്രമിച്ചു. പക്ഷേ കിന്നിക്കും അക്കമിക്കും വളരെ നിർബന്ധപൂർവ്വം അയാളെ ആ പഴയ ഗ്രാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കാറ് വീടിന് മുന്നിലെത്തി. യുസാക്കു കണ്ണുകൾ ഇറുക്കിയടച്ചു. പുറത്ത് കാറ്റിന്റെ മർമരം മാത്രം. അക്കമി യുസാക്കുവിനെ തൊട്ടു വിളിച്ചു. നോക്കൂ, അങ്ങോട്ട് നോക്കൂ. പതിയെ കണ്ണു തുറന്ന യുസാക്കു കണ്ടത് സ്വപ്നതുല്യമായ ഒരു കാഴ്ചയായിരുന്നു. ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന മുളതണ്ടുകളിൽ 100 കണക്കിന് മഞ്ഞത്തൂവാലകൾ കാറ്റിൽ നൃത്തം ചെയ്യുന്നു. തന്റെ പ്രിയതമന് ദൂരെ നിന്ന് കാണാൻ മിസ് യു കാത്തുവച്ച ആ സ്നേഹത്തൂവാലകൾ ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, നീ വരുന്നത് എനിക്ക് കാണണം, ഞാൻ ഇന്നും നിനക്കായി കാത്തിരിക്കുന്നുവെന്ന്. വാക്കുകൾ തോറ്റുപോയ ആ നിമിഷം വിരഹത്തിന്റെ കണ്ണീർ ആ മഞ്ഞത്തൂവാലകളിൽ തട്ടി വെട്ടിത്തിളങ്ങി. 2 ഹൃദയങ്ങൾ വീണ്ടും ഒന്നായ ആ നിമിഷത്തിന് സാക്ഷിയായി ഹൊക്കൈഡോയിലെ ആകാശത്ത് ആ മഞ്ഞ പട്ടുറുമാലകൾ പാറി നടന്നു.